തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ള വിതരണ പൈപ്പിൽ ചോർച്ചയുണ്ടായതിനെ തുടർന്ന് ജലവിതരണം മുടങ്ങിയിരിക്കുകയാണ്. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി നാളെ വൈകിട്ട് 6 മണി വരെ ജലവിതരണം മുടങ്ങും. പേരൂർക്കട ടാങ്കിൽ നിന്ന് പോകുന്ന പ്രധാന കുടിവെള്ള പൈപ്പിലാണ് ചോർച്ചയുണ്ടായത്. സ്വാതന്ത്ര്യ സാജു വിവരങ്ങളുമായി. സ്വാതന്ത്ര്യ, ഇപ്പോൾ പ്രധാന പൈപ്പിലാണ് ചോർച്ചയുണ്ടായിരിക്കുന്നത്. അപ്പോൾ നഗരഭാഗത്ത് വെള്ളം മുടങ്ങുമെന്നാണോ? തിരുവനന്തപുരം നഗരത്തിൽ വീണ്ടും കുടിവെള്ള വിതരണം മുടങ്ങിയിരിക്കുകയാണ്. ഇന്നു മുതൽ നാളെ വൈകുന്നേരം വരെ ശുദ്ധജല വിതരണം ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. എല്ലായിടത്തുമില്ല, നഗരത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഏതാണ്ട് ഒരു 17ഓളം ഇടങ്ങളിൽ വെള്ളം ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് നിലവിൽ ഇപ്പോൾ വാട്ടർ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊക്കെ തന്നെയും നൽകിയിരുന്നതാണ്. കാരണം ഇതിനു മുൻപ് കുറച്ചുനാൾ മുൻപ് നമ്മൾ കണ്ടതാണ്, തിരുവനന്തപുരത്ത് പൈപ്പിന്റെ പണി നടക്കുന്ന പശ്ചാത്തലത്തിൽ കുറെ അധികം ദിവസം ആളുകൾ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു. കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായി അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. എന്തായാലും അതിന് പിന്നാലെ ഇപ്പോൾ കൃത്യമായ രീതിയിൽ അറിയിപ്പുകളൊക്കെ തന്നെയും വാട്ടർ അതോറിറ്റി നൽകുന്നുണ്ട്. ഇന്നും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഒക്കെ തന്നെയും നൽകിയിട്ടും ഉണ്ട്. ഇപ്പോൾ പ്രധാനമായി വെള്ളമില്ലാത്തത് പേരൂർക്കട, ഊളൻപാറ, പൈപ്പിൻമൂട്, ശാസ്തമംഗലം, വെള്ളയമ്പലം തുടങ്ങി നഗരത്തിനകത്തുള്ള ഏതാണ്ട് 17ഓളം പ്രദേശങ്ങളിലാണ്. ഇപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഹോട്ടലിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. തൈക്കാട് ഭാഗത്തുള്ള ഇവിടെ കാണാം, കുടിവെള്ളം ഇല്ലാത്തതിനാൽ ഇന്ന് ഹോട്ടൽ ഉണ്ടായിരിക്കില്ല എന്നൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പല കടകളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെള്ളം ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് തന്നെ ചില കടകളൊക്കെ ഇങ്ങനെ അടഞ്ഞ് പ്രവർത്തിക്കുകയാണ്. അത് മാത്രമല്ല, ഈ ആളുകൾക്കൊക്കെ തന്നെ അറിയിപ്പ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങൾ ആളുകൾ എല്ലാവരും തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. ഇപ്പൊ എന്തായാലും പേരൂർക്കട ഭാഗത്തു നിന്നുള്ള പൈപ്പ് ലൈനിലാണ് ചോർച്ച കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പണി നടന്നു വരുന്നത്. ഉടൻ തന്നെ അതിന്റെ പണിയൊക്കെ പൂർത്തിയാക്കി നാളെ വൈകുന്നേരത്തിന് മുൻപ് ഈ കുടിവെള്ള വിതരണം പുനരാരംഭിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് വാട്ടർ അതോറിറ്റി എന്തായാലും പങ്കുവച്ചിരിക്കുന്നത്. അത് മാത്രവുമല്ല, ജനങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നോക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. നഗരസഭയിൽ നിന്ന് ആവശ്യമാണെങ്കിൽ വെള്ളം എത്തിച്ചു കൊടുക്കുന്ന സംവിധാനവും നിലവിലിപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. പകരം സംവിധാനം ഒരുക്കി എന്നുള്ളതാണ് സ്വാതന്ത്ര്യ സാജുവാണ് വിവരങ്ങൾ നൽകിയത്.